അപ്പൊ കൈസ ഞാനേ സ്പ്ലിറ്റ് ഇട്ടിട്ടുണ്ട്, ഇട്ടേക്ക്. ഓക്കെ. 60,000 രൂപ, 40,000 രൂപയെ ആൾക്കൂടെ 3 ചോക്ലേറ്റ് ചായയോ? അതിന് 2 രൂപ എങ്ങാണോ 1 ലക്ഷം രൂപയാവുന്നേ. അളിയ നീന്തണ പുറത്തിറങ്ങിയ നീ ഒത്തിരിക്കും, റെസ്റ്റ് എടുക്കളേ. ഞാൻ അന്നേരം പറഞ്ഞു ഈ വേട്ടോളി ജുമാഞ്ചി കണ്ടു. ജുമാഞ്ചിടാ വിട്ടി കാശാഞ്ചി എന്തിനോട്ടെ. പിന്നെ അളിയ ഈ പറഞ്ഞ 2 കാര്യത്തിലേ ചിലവായിട്ടുള്ളൂ. നീ അല്ലേ അടിച്ച് കിണ്ടിയപ്പോ പറഞ്ഞ നിനക്ക് ഗോൾഡ് പ്ലേറ്റഡ് ചോക്ലേറ്റ് കഴിക്കണമെന്ന്. അത് നിസ്സാര ചോക്ലേറ്റ് അല്ലളിയാ. പാണ്ട് വന്ന വരയമ്പുലിയുടെ 2ാം മുലപ്പാലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പാല് കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആണ് നീ കഴിച്ചത്. അതിന് ജസ്റ്റ് 60,000 റുപ്പീസേ ഉള്ളൂ, അറിയോ? അപ്പൊ 40,000. എടാ നീ അല്ലേ അടിച്ച് കിണ്ടിയെ കഴിഞ്ഞിട്ട് കാപ്പി വേണമെന്ന് പറഞ്ഞ്. അത് നിസാര കാപ്പിയാണോ അത്? എടാ വർഷത്തിൽ 2 തവണ മാത്രം കാഷ്ടിക്കുന്ന സയാമീസ് മലയെണ്ണാനെ പിടിച്ച് അതിന്റെ വായിലോട്ട് ഈ കാപ്പിക്കുരു കുത്തി കയറ്റി അതിനെ അതേപോലെ കുനിച്ചു നിർത്തി 2 തവണ കറക്കിച്ച് അതിനെ 2ാം കാഷ്ടത്തിൽ നിന്നും ഉണ്ടാക്കിയ കാപ്പിക്കുരുവിന്റെ കൂടെ മറ്റേ ഇലയെണ്ണാനെ കറന്നുണ്ടാക്കിയ കാപ്പിയാണ് നീ കുടിച്ചത്. അതിനാവും 45,000 രൂപ. ഇവിടെ നിനക്കൊന്നൊരു നോ പറഞ്ഞൂടെ? എടാ നിനക്കറിയില്ല എനിക്ക് നോ പറയാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ടല്ലേടാ ഞാൻ 2 സിമ്മും 4 ഗേൾഫ്രണ്ട്സുമായിട്ട് നടക്കുന്നത്. എന്നെ ഡിസപ്ലിൻ ചെയ്യാതെ. അപ്പൊ ഞങ്ങളും അത് ചെലവുണ്ടായിട്ടുള്ളോ? നീയോ? ഞാനോ? എടാ ഞാൻ നിങ്ങളൊക്കെ അടിച്ച് കിണ്ടിയപ്പോൾ വാച്ച്മാൻ പറഞ്ഞു നീലക്കുറിഞ്ഞി ഇട്ടുണ്ടാക്കിയ തിരുവാതിരപ്പുഴുക്കുണ്ടെന്ന്. അത് ഞാൻ 2 പ്ലേറ്റ് മേടിച്ച് കഴിച്ച്. ജസ്റ്റ് 70,000 റുപ്പീസ്. ബട്ട് ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി അല്ലയാ. അപ്പൊ ഞാൻ മാത്രമല്ല ചെലവാക്കാത്തല്ലേ? അത് ശരിയാ, ഇവൻ മാത്രം ചെലവാക്കിയില്ല, പക്ഷെ കാശ് കൊടുത്തത് നീയാ. ഇവനെ കൊണ്ടുവന്ന എന്നെ ഇവന്റെ ബാലൻസ്. അതല്ലളിയാ, അടിച്ച് കിണ്ടിയായപ്പോ കാശില്ലാന്ന് വെച്ചപ്പോ നീയല്ലേ പറഞ്ഞത്. എന്റെ കൂട്ടുകാർ എനിക്ക് ജീവനാടാ. യു ഗൈസ് ആർ മൈ ലൈഫ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. മുസേ നമുക്ക് കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. നിനക്ക് കിഡ്നിയാണോ? എടുത്തോ. അയ്യോ എന്റെ പൊന്നേ, ഒരു കിഡ്നി അങ്ങനെ തിരിച്ചാടാ. ഐഫോൺ മേടിക്കാൻ വെച്ചാ തിരിച്ചാടാ. ഇത് പറയുകയോ? ഒരെണ്ണം എടുത്തുള്ളൂ, മറ്റേത് ഇപ്പോഴും ഉണ്ട്. പോടാ.